അടുത്ത സാക്ഷ്യം പറയുവാനായിട്ട് മാത്യു വടശ്ശേരിക്കരയിൽ നിന്ന് വരുന്നു, പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞാൻ മാത്യുക്കുട്ടി, പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയിൽ നിന്ന് വരുന്നു. എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് IMS അമ്മയുടെ നടയിൽ വന്ന് നിൽക്കുന്നത്. 2006 മുതൽ ഞാനൊരു വീട് വെക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എല്ലാ കാര്യത്തിലും തടസ്സങ്ങളായിരുന്നു. 2007 ഇച്ചിരി സ്ഥലം വാങ്ങിക്കാൻ പറ്റി, പക്ഷേ വീട് വെക്കാൻ പിന്നെയും പറ്റുന്നില്ല. എൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങി. എടാ, നീ എന്നാ ചെയ്യുക, ഇതുവരെയായിട്ട് എൻ്റെ വീട് വെച്ചില്ലല്ലോ. എൻ്റെ കൂടെ വന്ന് ജോലി ചെയ്യുന്നവർ, എന്നെക്കാട്ട് ശമ്പളം കുറവുള്ളവരൊക്കെ വീട് വെച്ചു. അപ്പോൾ എനിക്ക് വലിയ വിഷമമായി. അപ്പോൾ ഞാൻ വീട് വെക്കാത്തതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോയപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ദൈവത്തോട് അടുത്ത് നിൽക്കണം. അതിനാദ്യമായി ഞാൻ ചെയ്തത് 2012 മുതൽ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 10% മാറ്റിവെച്ച് പാവപ്പെട്ടവരെ തിരഞ്ഞുപിടിച്ച് അവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു. മലാക്കി 3:10. നിങ്ങളുടെ ദശാംശം എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരുവീൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാക്കട്ടെ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുവിൻ. അങ്ങനെ ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ തൊട്ട് ദൈവം എന്നെ കുറേയായിട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. പിന്നീട് ഞാൻ 127:1 കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ വേലക്കാരൻ്റെ അധ്വാനം വ്യർത്ഥം. ഞാൻ ഈ വചനം 1000 തവണ എഴുതി. അങ്ങനെ മുന്നോട്ട്. എന്നിട്ടൊരു വലിയ തടസ്സങ്ങളാണ്. 2015 ഞാൻ ഹോളി ലാൻഡിലേക്ക് പോകാനൊരു അവസരം കിട്ടി. ഞാൻ പോകാൻ നേരത്ത് എനിക്ക് വർഷങ്ങളായി കുറേ ആൾക്കാരോട് പിണക്കമുണ്ടായിരുന്നു. 20 വർഷത്തോളമായി എൻ്റെ അളിയനോട് ഞാൻ മിണ്ടത്തില്ലായിരുന്നു. അതൊരു രാഷ്ട്രീയ തർക്കത്തിൻ്റെ പേരിലായിരുന്നു. ഞാൻ എല്ലാവരോടും പേരെഴുതി വെച്ച് ഞാൻ ക്ഷമിക്കേണ്ടവരോടെല്ലാം ക്ഷമിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു. ഇനി ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എല്ലാവരോടും ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വലിയ ഭാരം ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നി. അതിനുശേഷം എന്നെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കാൻ തുടങ്ങി. ഞാൻ 2015 ശേഷം ഓൺലൈനിലാണ് കുർബാന കാണുന്നത്. ഈ IMSലെ കുർബാന മാത്രമേ ഉള്ളായിരുന്നു ഓൺലൈൻ എന്ന്. ഫേസ്ബുക്കിൽ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിയോഗങ്ങൾ എഴുതിയിടും. പക്ഷേ അച്ഛൻ്റെ നമ്പരോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഇട്ടിട്ട് ഈ നിയോഗങ്ങൾ എഴുതിയിരുന്നൊക്കെ അച്ഛൻ കാണുന്നുണ്ടായിരുന്നു. അച്ഛൻ എന്നെ അറിയും. ഒരു ദിവസം അച്ഛൻ എനിക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വിട്ടു. ഞാനത് നോക്കി ശ്രദ്ധിച്ചില്ല. അപ്പം അച്ഛൻ്റെ സഹോദരി ഹാപ്പിമോൾ എന്നെ മെസ്സേജ് അയച്ച് പറഞ്ഞു, അച്ഛൻ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്, അച്ഛനൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അച്ഛൻ എന്നെ അന്നേരം തന്നെ വിളിച്ചു. എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ ഇടവകയിലല്ലാത്ത ഒരു അച്ഛൻ, ഞാൻ പല അച്ഛന്മാർക്കും മെസ്സേജൊക്കെ ചെയ്തിട്ടും പ്രശാന്ത് അച്ഛൻ എന്നെ വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചു, വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു. ഞാൻ എൻ്റെ ദുഃഖങ്ങൾ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, സഹോദരൻ പേടിക്കണ്ട, വിഷമിക്കുകയും വേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു 99 പ്രാവശ്യം ഞാൻ എൻ്റെ വീട് പണിയാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി. അതിനുശേഷം പറഞ്ഞു, എടാ 99 ഞാൻ ഇനി വരയ്ക്കത്തില്ലെന്ന് പറഞ്ഞു. വേറെ 2-3 പേർക്ക് കൊടുത്തായിരുന്നു വരയ്ക്കാൻ. അപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വീട് അങ്ങനെ ഇങ്ങനെയൊന്നും പണിതാൽ പോരാ, എനിക്ക് എൻ്റെ ദൈവത്തിനൊരു മുറി വേണം. അങ്ങനെ ആ ദൈവത്തിനൊരു മുറി പണിയണം. അത് ഇവരോട് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, ആ കിഴക്ക് വശത്തോട്ട് എവിടെ ഒരു വാതിലിട്ടിട്ട് നീ അങ്ങ് പണിതു. അതിൽ 2 വാതിലേ വെക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, അതല്ല, നീ ഒരു വാതിൽ വെച്ചിട്ട് പണിയുള്ളൂ. അപ്പോഴാണ് അവന് മനസ്സിലായത്, ഈ വരയ്ക്കുന്നവരെല്ലാം ഹാളിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പ്രെയർ റൂം, പ്രെയർ ഏരിയ എന്നൊക്കെ എഴുതി തരും. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 1936 മുതൽ 1951 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഗബ്രിയേലി ബോസിസ് എന്ന ഒരു ഫ്രഞ്ച് വനിതയ്ക്ക് യേശുവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം യേശുവിന് 2 ദുഃഖങ്ങളാണുള്ളത്. അതിലൊരു ദുഃഖമാണിത്. നമ്മൾ വേണ്ട രീതിയിൽ യേശുവിനെ പരിഗണിക്കുന്നില്ല. ജീവൻ്റെ രക്ഷകനെ നമുക്ക് വേണ്ട വിധത്തിൽ കഴിയുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു, വീട് പണിയുന്നെങ്കിൽ ഒരു പ്രാർത്ഥനാ മുറി. അപ്പം അങ്ങനെ ഇത് പറഞ്ഞപ്പം മനസ്സിലായി. വേറൊരു ഡ്രോയിങ് വരച്ചു. ഞാൻ ആ ഡ്രോയിങ് അച്ഛൻ അയച്ചു കൊടുത്തു. എൻ്റെ ഭാര്യയും മക്കളും ഇവിടെ വന്നു, വെഞ്ചരിച്ചു. ഇവിടെ നിന്നൊരു കൊടി, കാശുരൂപം എല്ലാം വെഞ്ചരിച്ച് തന്നു. പോയി പണി തുടങ്ങി. 2019 ഒക്ടോബർ 19 എൻ്റെ ജന്മദിനമാണ്. അന്ന് പണി തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഇത് കന്നിമാസമാണ്, ആരും പണി തുടങ്ങത്തില്ല.
ഞാൻ പറഞ്ഞു കന്യമാസം പട്ടികൾക്കുള്ളതാണ്, നമുക്കുള്ളതല്ല. ഞാൻ ഇസ്രായേലിൻ്റെ മക്കളുടെ വംശത്തിൽപ്പെടുന്നതാണ്. എനിക്ക് യാതൊരു ശുദ്രവും ഇതൊന്നും എനിക്ക് ഏക്കത്തില്ല, എനിക്ക് രാഹുകാലമൊന്നും എനിക്ക് പ്രശ്നമല്ല. അപ്പോൾ പറഞ്ഞത് ചൊവ്വാഴ്ചയാണ്, കല്ല് പൊട്ടിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ കല്ല് പൊട്ടിച്ചിരിക്കണം, ഇത് നിങ്ങളുടെ വിശ്വാസം തെറ്റാണെന്ന് എനിക്ക് തെളിയണം, ഇന്ന് തന്നെ കല്ല് പൊട്ടിക്കണം. ഞാൻ എൻ്റെ സഹോദരനെ വിളിച്ചു പറഞ്ഞു, സഹോദരൻ കല്ല് പൊട്ടിച്ചു. കല്ല് പൊട്ടിക്കാനായിട്ട് ആളിനെ വിളിച്ചു, കല്ല് പൊട്ടി തുടങ്ങി. വളരെ വേഗത്തിൽ എൻ്റെ പണി തുടങ്ങി. 2021 ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, വീണ്ടും പ്രാർത്ഥിച്ചു. 40 മണിക്കൂർ ആരാധന കൂടി. അപ്പം അതിനുശേഷം ഞാൻ ദിവ്യകാരുണ്യത്തോട് കൂടുതൽ അടുത്തു. 2021 എൻ്റെ പെര തേച്ച് വാർക്കിടാൻ പറ്റി. അതിനുശേഷം 2 വർഷം വെറുതെ കടന്നു. ഞാൻ ലീവിന് പോയിട്ട് തിരിച്ച് 2023 വന്നപ്പം നോക്കിയപ്പം ഈ ഇവിടുന്ന് കൊണ്ടുപോയ കൊടി ഉയരത്തിലായിരുന്നു കെട്ടിയിരുന്നത്, അത് താഴെ കിടക്കുന്നു. ഞാൻ വന്നത് എടുത്ത് വീണ്ടും ഉയരത്തിൽ കെട്ടി. അതിനുശേഷം എൻ്റെ പൈസ ഒന്നും ഇല്ലായിരുന്നു, 1,70,000 രൂപയേ ഉള്ളൂ. ടൈൽസ് ഇടണം, വേറെ സാനിറ്ററീസൊക്കെ വാങ്ങിക്കണം, വയറിങ് ചെയ്യണം, ഒന്നിനും പൈസ ഇല്ല. അപ്പം ഒരാൾ എന്നെ വിളിച്ചിട്ട് പെരപണി എന്തായി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എടാ പൈസ ഒന്നുമില്ല, ഞാനൊരു 50,000 അയക്കുക. ഞാൻ 50,000 അയക്കണ്ട. അപ്പോൾ പറഞ്ഞു എന്നാൽ 1,00,000 അയക്കുക. അപ്പോൾ എനിക്ക് സമാധാനമായി. ആ പാസിന് ഈ ടൈൽസ് എടുത്തു, പണി തുടങ്ങി. ഒരാൾ എനിക്ക് വേറെ 1,00,000 രൂപ തന്നു. എൻ്റെ ഒരു സഹോദരൻ 20,000 രൂപ തന്നു. വേറൊരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു 2,00,000 ഇല്ല, അവനൊരു 20,000 തന്നു. എങ്ങനായാലും കൊള്ളാം, എൻ്റെ എല്ലാ പണിയും പൂർത്തിയാക്കി. കല്ലിട്ട അച്ഛനെ കൊണ്ട് തന്നെ വെഞ്ചരിപ്പിച്ചു. അച്ഛൻ 24-ാം തീയതി പോകുന്നു, 23-ാം തീയതി വെഞ്ചരിച്ചു. ദൈവം എന്നെ അനുഗ്രഹിച്ച് ഒരു വീട്ടിൽ കയറി താമസിക്കാനായിട്ട് സാധിച്ചു. IMS അമ്മയ്ക്കും പ്രശാന്തച്ഛനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. യോഹന്നാൻ 6:37. ഇതാണ് ഈ സഹോദരനിൽ IMS അമ്മ വഴി നൽകിയ ഏറ്റവും വലിയ സാക്ഷ്യം. തൻ്റെ ജീവിതത്തിൽ മാനസാന്തരം സംഭവിച്ചപ്പോൾ, വെറുപ്പിൻ്റെ മേഖലകൾ എടുത്തു കളഞ്ഞ് ക്ഷമിച്ചപ്പോൾ, 2006 മുതൽ ഭവനത്തിന് വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്ത ഈ സഹോദരൻ്റെ പ്രാർത്ഥന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രശാന്തച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും കാശുരൂപം വെഞ്ചരിച്ചു നൽകുകയും ഒപ്പം കൊടി അച്ഛൻ വെഞ്ചരിച്ചു നൽകുകയും ചെയ്തു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടെ തന്നെ സംഭവിച്ചു. കാരണം ബഹുമാനപ്പെട്ട പ്രശാന്തച്ഛൻ്റെ കൈവെപ്പ് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അച്ഛൻ്റെ പ്രാർത്ഥന വഴിയായും IMS അമ്മയുടെ പ്രത്യേക പ്രാർത്ഥന വഴിയായിട്ടും ഈ സഹോദരന് ഭവനം ലഭിച്ചു. നമുക്ക് ഈ സഹോദരനോടൊപ്പം നന്ദി പറഞ്ഞ IMS അമ്മയോടൊപ്പം ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ.